അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, പാലിയൂർ മഹാതീർത്ഥാടനം. അപ്പോൾ പാലിയൂർ മഹാതീർത്ഥാടനം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ നോമ്പിൽ ഇങ്ങനെ എന്താ പറയുക, ഓശാന ഞായറാഴ്ചത്തെ ഫസ്റ്റ് വരുന്ന ഒരു ഞായറാഴ്ചയിലാണ് ഞങ്ങളിത് പോവുക. സാധാരണ ഞങ്ങളിവിടെ നിന്ന് ഉച്ചയ്ക്ക് ഒരു 1:30 കൂടിയിട്ട് ഞങ്ങൾ ഇറങ്ങും. ഞങ്ങളൊരു സാധാ ബസ് വിളിച്ചിട്ടാണ് പോവാറ്. ഒരു 10-50ഓളം പേരുണ്ടാവും. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങും. അതിൽ അച്ഛന്, സിസ്റ്റേഴ്സ്, കുഞ്ഞു പിള്ളേരുകൾ, പിന്നെ യുവജനങ്ങളുണ്ടാവും, പിന്നെ അപ്പച്ചന്മാരും അമ്മിച്ചിമാരും എല്ലാവരും ഉണ്ടാവും. അപ്പം ഞങ്ങളിങ്ങനെ സെറ്റായിട്ടാണ് ബസ്സിൽ പോണത്. അപ്പോൾ ഞങ്ങൾ പോണ റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ പൂങ്കുന്നം വഴി അമല, അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് നേരെ പോണത്. ഞങ്ങൾ ആദ്യം ചെന്നിറങ്ങുന്നത് പാവർട്ടി പള്ളിയിലാണ് കേട്ടോ. പിന്നെ അതിന് മുമ്പ് ഇപ്പം നമ്മൾ ഈ സൈഡിൽ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ശോഭ സിറ്റിയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും, തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും അറിയുന്നൊരു സ്ഥലമാണ്. പിന്നെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ അമല വഴി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അടിപൊളിയൊരു പള്ളിയുണ്ട് കാണാനായിട്ട്. അത് റോഡ് സൈഡിൽ ടേണിങ്ങിൽ തന്നെ വരുന്നൊരു പള്ളിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് ഈ വീഡിയോ എടുത്തത്. കാണാൻ നല്ല രസമുള്ളതുകൊണ്ട്. അപ്പോൾ അത് വരുന്നത് പറപ്പൂര് പള്ളിയാണ്. അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പള്ളി അത്രയും മുറ്റവും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റായിട്ട് കാണാൻ ആ ഒരു ടേണിങ്ങിൽ നല്ലൊരു രസമാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഞാൻ എടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിങ്ങനെ പോയി നേരെ എത്തിയത് പാവർട്ടി പള്ളിയിലാണ്. പാവർട്ടി പള്ളിയിൽ ഞങ്ങൾ ചെന്നപ്പോൾ അത്യാവശ്യം ആൾക്കാർ വന്നു തുടങ്ങി. ഫസ്റ്റത്തെ ഒരു പദയാത്ര തുടങ്ങിയത് 9 മണിക്കായിരുന്നു എന്നാണ് കേട്ടത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പള്ളിയിൽ ഒരു കുർബാന നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ പദയാത്ര ആരംഭിക്കുന്നത്. അപ്പം നല്ല വെയിൽ തന്നെയുണ്ട്. എന്താ പറയുക, നമ്മളൊക്കെ പറയില്ലേ, ഉച്ചയിലടിക്കുന്ന വെയിൽ തന്നെയാണ്. നല്ല ചൂടാണ്. ആ സമയത്താണ് ഞങ്ങൾ നടക്കാറ്. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്നൊരു മഞ്ഞ തൊപ്പി തന്നിട്ടാ. അത് വെയിൽ കൊള്ളാണ്ടിരിക്കാനും കാര്യങ്ങൾക്കും. പിന്നെ അവരെന്തോ ഒരു പരസ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാ കൊല്ലവും ഞങ്ങൾക്ക് തരാറുള്ളതാണ്. അവിടെ വരുന്ന എല്ലാവർക്കും ഈ ക്യാപ്പ് അവർ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പള്ളിയിൽ ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു സ്പെഷ്യലായിട്ട് പന്തൽ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വേറെ ഒന്നുമല്ല, കുർബാന പുറത്താണ് നടക്കുന്നത്. കാരണം ഞങ്ങൾ പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. പള്ളിയുടെ ഉള്ളിൽ എന്തോ വർക്കുകൾ നടക്കുകയാണ്. അപ്പോൾ പുറത്താണ് കുർബാന നടക്കണേ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പള്ളിയുടെ ഉള്ളിലേക്ക് കയറി. പിന്നെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ നടത്തം തുടങ്ങിയിട്ട്, പള്ളിയുടെ സൈഡിലൊരു വഴിയുണ്ട്, ആ വഴി കൂടെ ഇറങ്ങാം. പിന്നെ പള്ളിയുടെ മെയിൻ നടയിൽ കൂടെ പോകാം. പിന്നെ അങ്ങനെ നടന്ന് ചെന്നപ്പോൾ ഞങ്ങൾക്ക് വഴിയിൽ തണ്ണിമത്തൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഒരു 2-3 എണ്ണമൊക്കെ എടുത്തു. ചിലർ അതിൽ കൂടുതലും എടുത്തു. ആളാരെന്ന് ഞാൻ പറയുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീണ്ടും നടത്താൻ തുടങ്ങി. അപ്പോൾ അവിടെ നിന്നൊരു ഫാമിലി വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു. സംഭവം ഫാമിലിക്കാരാണോ അതിന് യുവജനങ്ങളാണോ എന്നൊന്നും നമുക്കറിയില്ല. ഒരു കുഞ്ഞു കുട്ടി വന്നിട്ടാണ് ഞങ്ങൾക്ക് വെള്ളം എടുത്ത് തന്നെ. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ വളരെ സന്തോഷമായി. അടിപൊളിയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഞാൻ എല്ലാ കൊല്ലം കാണാറുള്ളൊരു വീടാണ്. ഇതെന്താ സംഭവം എന്നുള്ളത് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. വേറൊന്നുമല്ല, ഇതെങ്ങനെയാണ് പണിതെന്നുള്ളൊരു പിടുത്തല്ല, അതാണ്. പിന്നെ ഞങ്ങൾ നടന്നു തുടങ്ങി. ഞങ്ങൾ ഇത്ര നേരം നടന്ന വഴിയിലൊക്കെ ഫുൾ വെയിലായിരുന്നു. അതുകൊണ്ട് പിന്നെ വീഡിയോയും കാര്യങ്ങളൊന്നും അധികം എടുത്തില്ല. പിന്നെ വന്ന വഴിയിലൊക്കെ നല്ല തണൽ കിട്ടി. അവിടെ ചെല്ലുമ്പോൾ നല്ലൊരു ആശ്വാസം. അങ്ങനെ ഞങ്ങൾ 5 കിലോമീറ്ററോളം നടന്നിട്ട് നേരെ പാലിയൂർ എത്തിയിട്ടാണ്. ഇതാണ് പാലിയൂർ പള്ളിയുടെ എൻട്രൻസ്. അപ്പം നമ്മളിങ്ങനെ എന്താ പറയുക, ഈ പദയാത്രയിലൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദണ്ഡവിമോചനം കിട്ടുമെന്നൊക്കെ പറയപ്പെടുന്നു. അപ്പോൾ ആ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അതുപോലെ മലയാറ്റൂർക്കും പോയാലും ഈ ദണ്ഡവിമോചനം കിട്ടുമെന്ന് പറയും. അപ്പോൾ കയറിയപ്പോൾ തന്നെ അടിപൊളിയായിരുന്നു, കളർഫുള്ളായിരുന്നു. ദർശന സുഖക്കാരും പിന്നെ ചേച്ചിമാർ ചെയ്ത സംഭവം എനിക്ക് മനസ്സിലായില്ല. നല്ല ദർശനക്കാരൊക്കെ നിൽക്കണമായിട്ട് നല്ല അടിപൊളിയായിരുന്നു. കാരണം പള്ളിയുടെ കളറും ഇവരുടെ യൂണിഫോമിൻ്റെ കളറും ഒരേ പോലെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു കോംബോ ആയിരുന്നു അവരുടെ ഒരു നിൽപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടിടാം. അപ്പോൾ ഞങ്ങളുടെ ബാക്കിലാണ് പദയാത്ര വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളതൊന്നും നിന്നില്ല, ഞങ്ങൾ ബാക്ക് നടന്നു. അതുപോലെ തന്നെ ഞങ്ങൾ കുറച്ച് യുവാക്കൾ, അതായത് ബോയ്സ് മാത്രം വേഗം നടന്നു പോകുന്നു. ബാക്കി കുഞ്ഞു പിള്ളേരും ചേച്ചിമാരും ചേട്ടന്മാരും അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ കൂടിയിട്ട് പിന്നെ ലാസ്റ്റാണ് വരുന്നത്. ഞങ്ങൾ ആദ്യമേ പോകുന്നു. പള്ളിയിൽ ചെന്ന് കയറി കുറച്ചേരം വെയിറ്റ് ചെയ്തിരുന്നു. ഫാൻ്റെ ചോട്ടക്കിൽ നിന്ന് കുറച്ചേരം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ അകങ്ങളൊക്കെ കണ്ട് നേരെ പുറത്തേക്ക് പോകേണ്ട പരിപാടിയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ആൻഡ്രൂസ് പിതാവ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് കണ്ടതാണ്. അപ്പം എന്തോ വേറെ ഏതോ ഒരു പിതാവ് ആരോ ആണ് വന്നേക്കുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കായിരുന്നു. ഇന്ന പള്ളി, ഇതാണ് സംഭവം എന്നൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി.
പിന്നെ ഞങ്ങൾ എല്ലാ പ്രാവശ്യം അന്വേഷിക്കാറുള്ള സംഭവമാണ് കഞ്ഞി. അല്ലെങ്കിൽ നമുക്ക് ഒരു ഊട്ടിരുന്നാൾ പോലെയാണ് അവിടെ ഫുഡും കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് കഞ്ഞിയും പയറും അച്ചാറും. അതും ഞങ്ങൾ നല്ലൊരു തട്ടി. അതിനുശേഷം കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും നടന്ന് തളിക്കുളം കാണാൻ പോയി. അപ്പോൾ ഇവിടെ അത്ഭുതങ്ങൾ നടന്ന സ്ഥലമാണ് പറയണേ. ഇവിടെ ഒരു കിണറുണ്ട്. പിന്നെ എന്താ തോമസ്ലിഹ വെള്ളം എറിഞ്ഞിട്ട് വിശ്വസിക്കാത്ത എന്താ പറയുക, അവിടെയുള്ള ആൾക്കാരെ വിശ്വസിപ്പിച്ചൊരു ചരിത്രം കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കുളത്തിന്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നടന്നു വന്നപ്പോൾ അങ്ങേയറ്റത്തൊരു ഗുഹയുണ്ട്. പിന്നെ ആ ഗുഹേരെ പഠിക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഞങ്ങൾ കയറി നടന്നു. തോമസ്ലിഹ കിടക്കണേൻ്റെ ഒരു രൂപം, അതിൻ്റെ ഉള്ളിൽ പിന്നെ കുഞ്ഞു രൂപങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. തോമസ്ലിഹയുടെ എന്തോ ചരിത്രങ്ങളാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ പോന്നു. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ പോകുന്നത് വളരെയധികം ഭക്തി കൂടിയിട്ടൊരു വ്യക്തിയാണ്. കാണുന്ന എല്ലാ ഫോട്ടോസും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഇറങ്ങിക്കൊണ്ടിരുന്നേക്കാം. ഒരു പ്രത്യേക വിശ്വാസിയാവൻ. അങ്ങനെ ഞങ്ങൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയായി. അതിൻ്റെ ഉള്ളിൽ നിന്ന് സംഭവം രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഞങ്ങളങ്ങനെ പുറത്തേക്ക് നടന്ന് പുറത്തേക്ക് കടന്നു. പിന്നെ ഇവിടെ കാല് കഴുകാനുള്ള സ്ഥലമായിട്ട് ഈ കാണുന്നത്. അതെന്തൊരു വിശ്വാസമാണ് അവിടുത്തെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തോമസ്ലിഹ അവിടെ വന്ന് അത്ഭുതം പ്രവർത്തിച്ചൊരു കുളമാണല്ലോ, അതുകൊണ്ട്. പിന്നെ ഇത് നമ്മൾ കാണുന്നത് മ്യൂസിയമാണ് അവിടെ. പക്ഷെ നമുക്കതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് തോന്നിയില്ല, പറ്റിയില്ല, അപ്പോൾ കയറിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ വന്നത് വഞ്ചിക്കുളമാണ്. വഞ്ചിക്കുളത്തിൻ്റെ സൈഡിലൊക്കെ വന്ന് അപ്പോൾ അവിടെ വലിയൊരു തോമസ്ലിഹയുടെ പ്രതിമയും പിന്നെ കുളത്തിൻ്റെ ഒരു സൈഡ് ഭാഗത്തായിട്ടൊരു വഞ്ചി പോലെ സെറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങാറൊക്കെ ഉണ്ട് വഞ്ചിയുടെ ഉള്ളിൽ. പക്ഷേ അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളമായിരുന്നു കേട്ടോ. ഇറങ്ങാനൊന്നും പറ്റിയില്ല. പ്രത്യേകിച്ച് അതിൻ്റെ ഉള്ളിൽ കാണാനൊന്നുമില്ല. സാധാ ഒരു കപ്പൽ പോലൊക്കെ ഒരു സെറ്റപ്പാണ് ആക്കിയേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഉൾവശം കാണുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ പോയി. അപ്പോൾ നമ്മൾ കപ്പലിൻ്റെ മുകളിലൊക്കെ കണ്ടിട്ടില്ലേ പൊടിയും കാര്യങ്ങളും, പിന്നെന്തോ ദൂരെ നിന്ന് വീക്ഷിക്കാനുള്ള ഒരു സംഭവമൊക്കെ ആയിട്ട് കയറി നിൽക്കാനുള്ള സെറ്റപ്പും ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ തണ്ണിമത്തൻ ജ്യൂസ് കൊടുക്കുന്നുണ്ടായി, അതും ഒരു കീച്ചി. പിന്നെ ഞങ്ങൾ വീണ്ടും ബസ് കയറി. പിന്നെ ഞങ്ങൾ പോണത് നേരെ ചാവക്കാട് ബീച്ചിലേക്കാണ്. അത് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ, അതായത് പാലയൂർക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാ പ്രാവശ്യം പോകുന്ന ഒരു ബീച്ചാണ് ചാവക്കാട് ബീച്ച്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ എന്താണെന്നറിയില്ല, പ്രത്യേക തിരക്കായിരുന്നു. കാരണം ഇങ്ങനെ തിരക്കുണ്ടാവാറില്ല. ഞങ്ങൾ കടലിനെ ആസ്വദിച്ച് കുറച്ച് നേരമൊക്കെ നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ വഴിയിൽ നല്ല ബ്ലോക്കും ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞൊക്കെ ഞങ്ങൾ വന്ന് ആൾക്കാരുടെ ഇടയൊക്കെ ഇങ്ങോട്ട് കയറി അവിടെ എത്തി. ബീച്ചിൻ്റെ അവിടേക്ക് ഒന്ന് ഇറങ്ങി വെറുതെ ഒന്ന് കാലൊക്കെ നനച്ച് ഇങ്ങോട്ട് പോന്നു. വേറെ ഒന്നുമല്ല, അധികം നനഞ്ഞു കഴിഞ്ഞാൽ ബസ്സിലിരുത്തില്ല എന്ന് പറഞ്ഞു. വേറെ ഒന്നുമല്ല കേട്ടോ, സീറ്റ് ഫുള്ള് സ്മെല്ലും കാര്യങ്ങളൊക്കെ ആവും. പിന്നെ ആരും ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ചേഞ്ച് ചെയ്യാനായിട്ട്. പിന്നെ അങ്ങനെ വന്ന് കുളിക്കാനുള്ള സെറ്റപ്പിനൊന്നുമല്ല ഞങ്ങൾ വന്നേക്കുന്നത്. ജസ്റ്റ് ഒന്ന് ബീച്ച് കാണാൻ അങ്ങനെ പോവാം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.